ആണ് നമ്മുടെ വാനില. ഇത് വളരെ വിലപിടിപ്പുള്ള ഒരു സുഗന്ധ വസ്തുവാണ്. നമ്മുടെ ജാതി പിന്നെ ഗ്രാമ്പുമൊക്കെ പോലെ. അപ്പോൾ ഇത് കേരളത്തിൽ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായൊരു വിളയാണ്. പക്ഷേ കേരളത്തിലൊരു പ്രശ്നം, ഇത് തനിയെ പരാഗണം നടക്കില്ല. അപ്പം വിദേശ രാജ്യങ്ങൾ, മലേഷ്യ, പിന്നെ വിയറ്റ്നാം, അങ്ങനെ ഇതുള്ള സ്ഥലത്ത് അവിടെ ഒരു ചെറിയ പ്രാണിയുണ്ട്. അപ്പോൾ അത് തന്നെ പരാഗണം നടത്തി നമ്മളൊന്നും ചെയ്യേണ്ട വരില്ല. പക്ഷേ കേരളത്തിൽ ആ ചെറിയ ജീവി ഇല്ലാത്തതിനാൽ നമ്മളിത് പരാഗണം ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പരാഗണ സ്ഥലവും ഈ പൂമ്പൊടിയും തമ്മിൽ ചെറിയൊരു ഒരു കവർ വെച്ചിങ്ങനെ മൂടിയിരിക്കുക. അപ്പോൾ നമ്മൾ ഈ ഇടയ്ക്കുള്ള സംഭവം പൊക്കി കൊടുത്തിട്ട് ഈ പൂമ്പൊടി അങ്ങ് അമർത്തി കൊടുത്താൽ പരാഗണം കറക്റ്റായി നടക്കും. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അത് പഠിച്ചു കഴിഞ്ഞാൽ ആർക്കും ചെയ്യാവുന്ന സംഭവമാണ്. ഈ കൃഷി വളരെ വിജയകരമായിട്ട് നമുക്ക് നടത്താൻ പറ്റും. ഇപ്പോൾ നല്ല വിലയുള്ള സമയമാണ്. ചില സീസണിൽ ഒരു കാലത്ത് വാനില 2000-3000 രൂപ, പച്ച 1 കിലോയ്ക്ക് 2000-3000 രൂപ വന്ന സമയത്ത് കേരളത്തിൽ വലിയ തരംഗമായി മാറിയതാണ്. ഇവിടെ കർഷകരെല്ലാവരും ലോട്ടറി പോലെയായിരുന്നു. പല കാർഷിക വിളകളും അങ്ങനെ തന്നെയാണ്. ഒരിടത്ത് നശിക്കുമ്പോൾ ഒരിടത്ത് കിട്ടും. കാരണം കൃഷിയുടെ ഒരു പ്രത്യേകത അതെയാണ്. നമ്മളെത്ര പറഞ്ഞിട്ടും കാര്യമില്ല. അതിനത് എല്ലാവരും വില കൂടുമ്പോൾ എല്ലാവരും ഇത് എവിടുന്നേലും വന്നുകൊണ്ട് വാങ്ങി പിടിപ്പിക്കും. ഇല്ലാത്ത തണ്ടിനൊക്കെ 100-150 രൂപ കൊടുത്ത് വാങ്ങി അത് കൃഷി ചെയ്ത് വന്നപ്പോഴത്തേനും സംഭവം വിലയില്ലാണ്ടുമായി. പിന്നെ രോഗം വന്നിട്ട്, ഉണങ്ങിപ്പോകുന്ന രോഗം വന്നിട്ട് നശിച്ചും പോയി. സാധാരണ ഒരു ചെറുകിട കർഷകനെ സംബന്ധിച്ചിടത്തോളം 10-15 കൊല്ലം ഇതില്ലാണ്ട് ഇങ്ങനെ കൃഷി ചെയ്ത് നടത്തിക്കൊണ്ട് പോരാ വളരെ ബുദ്ധിമുട്ടാണ് സ്വാഭാവികമായിട്ടും. അതിൻ്റെ ഇടയ്ക്ക് വേറെ കൃഷിയിലോട്ട് എന്തെങ്കിലും മാറും, അപ്പോൾ പോവും, നശിക്കും. അങ്ങനെ ഒരു സ്ഥലത്ത് നശിച്ച് കഴിയുമ്പം വില വരും. ഇപ്പം കൊക്കോയുടെ അങ്ങനെയാണ്. എത്ര കാലത്തിന് ശേഷമാണ് വില കിട്ടുന്നത്? അപ്പം കാർഷിക മേഖലയിൽ ലോട്ടറി അടിക്കുന്ന പോലെ തന്നെയാണ് കാർഷിക മേഖല. ഏതായാലും നമുക്ക് ഈ വാനിലയുടെ പൂ പരാഗണം ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇത് പൂവാണ്. ഇതിൻ്റെ ഇവിടെ നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ഈർക്കിൽ ഇടങ്ങോട്ട് ഇങ്ങനെ ആക്കി ഇതങ്ങോട്ട് ഇങ്ങനെ അങ്ങ് മടക്കി വെക്കുക. എന്നിട്ട് ഇതാ വിരല നമ്മൾ കൈ ഇങ്ങനെ പിടിക്കാത്ത തള്ളവിരൽ ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പൂവൊന്ന് പ്രസ് ചെയ്യാൻ കൃത്യമായിട്ട് ഇതുണ്ടോ. എന്നിട്ട് ഈ നടുക്കുള്ള അറ ഇങ്ങനെ പൊക്കുക. എന്നിട്ട് ഇതിങ്ങനെ അങ്ങ് പ്രസ് ചെയ്ത് കൊടുക്കുമ്പം പൂമ്പൊടി അവിടെ പറ്റി അങ്ങിരിക്കും. കണ്ടോ, ഇത് പൂമ്പൊടി, ഇവിടെയാണ് പൂമ്പൊടി ഇരിക്കുന്നത്. ഇത് ആ പരാഗണ സ്ഥലവും പൂമ്പൊടിയും തമ്മിൽ വേർതിരിക്കുന്ന അറ കണ്ടോ. ഇത് കണ്ടോ, കാണുന്നുണ്ടോ നീ വേണേ? ഇത് കണ്ടോ. അപ്പം നമ്മളിപ്പം പ്രസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ പൂമ്പൊടി ഇവിടെ ഇരിക്കുന്നുണ്ടോ? കണ്ടോ, ഇതായിരിക്കുന്ന പൂമ്പൊടി കണ്ടോ. അപ്പോൾ ഇതുണ്ടോ, എൻ്റെ അറയങ്ങ് അടഞ്ഞു. ഉണ്ടോ, കണ്ടോ വ്യത്യാസം ഉണ്ടോ? അതായത് പരാഗണ സ്ഥലവും പൂമ്പൊടിയും തമ്മിൽ ഒരു അറ കൊണ്ടിങ്ങനെ മൂടിയിരിക്കും. നമ്മൾ ഈ അറ ഇങ്ങനെ പൊക്കി നേരെ അങ്ങോട്ട് വെച്ച് കഴിയുമ്പോൾ അത് അങ്ങനെ ഇരുന്നോളും. ഇതിങ്ങനെ വളഞ്ഞല്ലേ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു ആക്ഷൻ അതിലങ്ങനെ ഇരുന്നോളും. എന്നിട്ട് നമ്മളിതങ്ങ് അടച്ച് എന്നിട്ട് ഇതുണ്ടോ. വേറെ ഒരെണ്ണം ഒരു പൂ ഇങ്ങോട്ട് നോക്കാം നമുക്ക്. ഇതുണ്ടോ. അപ്പോൾ നമ്മൾ പൂവിൻ്റെ ഇവിടെ ഇങ്ങനെ നമ്മൾ കൈ ഇങ്ങോട്ട് ഇത് ഇങ്ങനെ പിടിക്കുന്നു. എന്നിട്ട് ഈ ഭാഗം ഇങ്ങനെ ഇങ്ങോട്ട് കീറിയിട്ട് ഇതാ ഞാൻ പറഞ്ഞ പോലെ ഇതുണ്ടോ, ഈ അറ ഇതുണ്ടോ, ഈ കവറങ്ങ് പൊക്കുന്നു ഉണ്ടോ. അപ്പോൾ ആ കവർ അവിടെ ഇങ്ങനെ നേരെ പൊക്കി വെച്ച് കഴിയും. എന്നിട്ട് ഇവിടെ അങ്ങനെ ആ പൂമ്പൊടിയെ ഇതിനോട്ടുള്ളങ്ങ് വെക്കുന്നു. ഇതെങ്ങനെ തട്ടി പ്രസ് ചെയ്ത് കഴിയുമ്പോൾ കേട്ടോ പൂമ്പൊടി ഇരിക്കുന്നുണ്ടോ. ഉണ്ടോ, വീഡിയോയ്ക്ക് കാണുന്നില്ലേ? എന്നിട്ട് ഇതുണ്ടോ, ഇത് സംഭവം സിമ്പിളാണ്. കണ്ടോ, ഇതാണ് ഇങ്ങനെ. ഇതാണ് നേരത്തെ പരാഗണം ചെയ്തിട്ട് അപ്പം തന്നെ അറിയാം. സാധാരണ പറയേണ്ട പിറ്റേ ദിവസം ഒരു ദിവസം കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഒന്നും അറിയണ്ട, ഇങ്ങനെ ആ സംഭവം അവിടെ പൂമ്പൊടി ഇരിക്കുന്ന നമുക്ക് കാണാം. അത് റെഡിയാണ്. അതൊക്കെ ഇവരാണ് ഇന്നലെയൊക്കെ ചെയ്തതാണ്. ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ അങ്ങ് ആയിക്കോളും. പിന്നെ ഇതാ മുകളിലൊരു പൂവും കൂടിയുണ്ട്. ഇപ്പം പൂ വലിയ സീസൺ കഴിഞ്ഞാണ്. അപ്പോൾ എല്ലാം കഴിയാറായി. അതുണ്ടോ, ഇതാ ഇതിങ്ങനെ പൊക്കുന്നു. എന്നിട്ട് ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്യുന്നു. ഉണ്ടോ, പൂമ്പൊടി ഇരിക്കുന്നുണ്ടോ. അത്ര ഉള്ളു സംഭവം. ഓക്കെ. അപ്പോൾ ഇത് അടുത്ത നാളത്തേനുള്ള പൂവുണ്ട്. ഒരാഴ്ചയും കൂടെയുള്ള പൂവുണ്ട്. എല്ലാം നമ്മൾ പരാഗണം ചെയ്യേണ്ട. ഇതും കൂടെ മതി. ഈ 3 പൂവ് ഞുള്ളിക്കളഞ്ഞാലും കുഴപ്പമില്ല. നമ്മൾ പിന്നെ ഈ ചെടിയിൽ ഇത്ര വലിയ ഉള്ളതുകൊണ്ട് അങ്ങ് നിർത്തതാണ്. അപ്പോൾ ഇതാണ് വാനില. പിന്നെ വാനിലയ്ക്ക് വലിയൊരു വളത്തിൻ്റെ ആവശ്യമില്ല. ചുവട്ടിലൊക്കെ പൊതയൊക്കെ ഇട്ട് കൊടുക്കുക. ചാണകം, സ്ലറിയോ അങ്ങനെ ജൈവവളമൊക്കെ ചേർത്താൽ മതി. ഇതിര കലക്കി ഒഴിച്ച് കഴിഞ്ഞാൽ
പിന്നെ തണ്ട് വെച്ചിട്ട് വലിയ മണ്ണ് ചെറിയൊരു 5-6 ഇലയുള്ള തണ്ട് വെക്കുക. എന്നിട്ട് എന്തെങ്കിലും വളപ്രയോഗം നടത്തുക. ഓക്കെ.